ഹലോ, ചിക്കൻ ബിരിയാണി കഴിക്കാനായിട്ട് കൊതിയാവുന്നുണ്ടോ? എന്നാ ബാ നമുക്ക് ഒന്നിച്ച് അങ്ങോട്ട് ഉണ്ടാക്കാന്നൊക്കെ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ദം ബിരിയാണി കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഇങ്ങനെ തന്നെയാണോ ഒതന്റിക് ആയിട്ടുള്ള ദം ബിരിയാണി എന്നൊന്നും ചോദിക്കരുത്. ഇത് നമ്മുടെ സ്റ്റൈലാണേ. അപ്പം നമ്മൾ ചെയ്യാൻ പോണത് നെയ്ച്ചോറും, അതുപോലെ തന്നെ നെയ്ച്ചോറ് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കാം, അതുപോലെ തന്നെ ചിക്കൻ കറി സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് ദം ചെയ്യാം. അതാട്ടോ നമ്മുടെ പരിപാടി. അപ്പോൾ അതേ നമ്മൾ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആവാനായിട്ട് വെച്ച സ്ഥിതിക്ക് ഇനി ചിക്കൻ്റെ പരിപാടിയിലേക്ക് കിടക്കാമെന്നൊക്കെ. ചിക്കൻ കറിയിൽ നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളം അങ്ങനെ പറ്റിച്ചെടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ആ ഒരു പരിപാടിയായിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പം നല്ല ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കേ. അപ്പോൾ സ്കൂബി കുട്ടൻ എപ്പോഴേക്കും വിഷം തുടങ്ങിയിട്ടുണ്ട്, അവൻ തീറ്റും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ബിരിയാണി ഉണ്ടാക്കാനുള്ള മെയിൻ കാര്യം പപ്പയുടെ ബേർഡേ ആയിരുന്നു കേട്ടോ, അത് സ്പെഷ്യലായിട്ടാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ദം ചെയ്ത് വെച്ചിട്ടുള്ള ബിരിയാണി നമ്മൾ തുറന്നിട്ടുണ്ട്. പിന്നെ ഇലയിലും പൊതിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇലയിലുള്ളത് എനിക്കാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, സാലഡും അതുപോലെ തന്നെ ചിക്കനും പപ്പടവും ചിക്കൻ ഫ്രൈയും എല്ലാം കൂടി ഒരു പിടി അങ്ങോട്ട് പിടിക്കുക. സംഭവം നല്ല കിടിലിനായിരുന്നു എന്നൊക്കെ. അപ്പം ഇന്നത്തേക്ക് ഇത്രയുള്ളൂ.